മഴ കനത്തതോടെ നിലമ്പൂർ മേഖലയിൽ ആശങ്കയും ഉയരുകയാണ്. ചാലിയാർ പഞ്ചായത്തിലെ മുട്ടിയേൽ ആനക്കുളത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായത് പ്രദേശവാസികളെ ഭീതിയിലാക്കി. നിലവിൽ നദികൾ അപകടനിലയിലല്ലെന്ന് അധികൃതർ അറിയിച്ചു. വയനാട്, നീലഗിരി മേഖലകളിലും ഉൾവനത്തിലും പെയ്യുന്ന കനത്ത മഴയാണ് നിലമ്പൂരിലെ നദികളിൽ ജലനിരപ്പ് ഉയർത്തുന്നത്. കാഞ്ഞിരപ്പുഴയും പുന്നപ്പുഴയും കുറുവൻപുഴയുമെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ചാലിയാർ പഞ്ചായത്തിലെ മുട്ടിയേൽ ആനകുളത്താണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. 2018 ഉരുൾപൊട്ടലിൽ 6 പേരുടെ ജീവനെടുത്ത ചെട്ടിയൻ പാറയ്ക്ക് കുറച്ചു മുകളിൽ കൂടിയാണ് ആനക്കുളം ഭാഗത്തുനിന്ന് മലവെള്ളം ഒഴുകി വന്നത്. ഇതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴയിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞു. കാഞ്ഞിരപ്പുഴയിലെ ജലനിരപ്പ് സാധാരണ നിലയിലാണെങ്കിലും ഈ മേഖലയിൽ നിന്നുള്ള 36 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ചോക്കാട് വില്ലേജിൽ വള്ളിപ്പൂളയിൽ പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ 8 കുടുംബങ്ങളിൽ 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. വയനാട്, നീലഗിരി മേഖലകളിൽ നിന്നും നിലമ്പൂർ ഉൾവനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന എല്ലാ നദികളും ചാലിയാറിലാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിലെ ജലനിരപ്പ് ഉയരുന്നത് ചാലിയാറിന്റെ തീരങ്ങളെയാണ് ബാധിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വേണ്ടെങ്കിലും ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലിലും മരണം 136ആയി. രത്നഗിരി, റായ്ഗഡ്, താനെ, പാൽഘർ, നാഗ്പൂർ, കോലാപൂർ ജില്ലകളിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. NDRFന്റെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. റായ്ഗഡ്, താനെ, രത്നഗിരി തുടങ്ങിയ ജില്ലകളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു.